ഹലോ നമസ്കാരം. ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള വലിയ വലിയ കുറ്റങ്ങളാണ് ഇപ്പോൾ രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, ഗർഭചിത്രം നടത്തൽ, വിശ്വാസവഞ്ചന നടത്തൽ, മാരകമായി ഉപദ്രവിക്കൽ, അതേപോലെ തന്നെ ഗർഭചിത്രം നടത്താൻ വേണ്ടി ഒരു മനുഷ്യന് മരണത്തിന് വരെ സാധ്യതയുള്ള മരുന്നുകൾ വീഡിയോ കോളിലൂടെ നിർബന്ധിച്ച് കുടിപ്പിക്കൽ പോലുള്ള വലിയ വലിയ വകുപ്പുകളാണ് ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ തന്നെയാണ്. ഇന്നലെ രാത്രിയായിരുന്നു അതിജീവിതയെ പോലീസ് മൊയ്യെടുത്തിട്ടുള്ളത്. 5.5 മണിക്കൂറോളമായിരുന്നു അതിജീവിതയുടെ മൊയ്യെടുക്കൽ. അതിനുശേഷമാണ് ഈ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം രാഹുൽ മാങ്കുടത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ക്രൈംബ്രാഞ്ചിലെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള എച്ച് വെങ്കടേശനാണ് ഈ കേസിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. എന്തായാലും ഇത് രാഹുൽ മാങ്കുടത്തിനെ ഭാവി നിശ്ചയിക്കുന്നതാണ് ഈ കേസ്. ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ ഒളിവിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇപ്പോൾ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് രാഹുൽ മാങ്കുടത്തിനെതിരെ പോലീസ് FIR ഇട്ടിട്ടുള്ളത്. അപ്പോൾ വരും മണിക്കൂറുകളിൽ രാഹുൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാഹുലിനെ പോലെയുള്ള നല്ല നല്ല നേതാക്കന്മാർ കോൺഗ്രസിന് നഷ്ടമാകുമോ എന്നുള്ളൊരു ഭയം തന്നെയാണ്. ഞാൻ ഇപ്പോഴും രാഹുലിൻ്റെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. രാഹുൽ ഒരു നിരപരാധിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം കുറ്റവാളിയൊക്കെ ആയിരിക്കും. പക്ഷെ അദ്ദേഹം കുറ്റവാളിയാണ് എന്നുണ്ടെങ്കിലും ഇതിൽ ഒരുപാട് കളികളുണ്ട്. ഇവിടെ രാഹുൽ മാത്രമല്ല, ഇതിൽ അതിജീവിതയും ഇതിൽ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്. 2 പേരും 50% കുറ്റം ചെയ്തിട്ടുണ്ട്. കാരണം അതിജീവിത ഒരു വിവാഹം ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു ഭർത്താവുണ്ട്, അദ്ദേഹത്തിന് ഒരു മകളുണ്ട്. ഈ ഭർത്താവും മകളും ഉണ്ടായിരിക്കെ രാഹുൽ മാങ്കുടത്തിലുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. രാഹുൽ ഇവൾക്ക് ഭർത്താവും കുട്ടിയുമുള്ള കാര്യം രാഹുലിനോട് മറച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വലിയ വലിയ തെറ്റുകൾ തന്നെയാണ്. ഇവിടെ രാഹുൽ മാത്രമല്ല തെറ്റുകാർ, ഇവിടെ പരാതിക്കാരിയായിട്ടുള്ള അതിജീവിതയും തെറ്റുകാർ തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.